സഹോദരന്മാരെ, ദാവീദിന്റെ പുത്രന് ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. എല്ലാവർക്കും ഹോശാന ഞായറിൻ്റെ നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ക്ഷാരബുധൻ മുതൽ പല തപസ്സുകാല അനുഷ്ഠാനങ്ങളിലൂടെ ആത്മനിയന്ത്രണം വരുത്തി പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി തീർന്നുകൊണ്ട് നാം സാർവത്രിക സഭയോട് ചേർന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രസഹാരഹസ്യങ്ങളായ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ രഹസ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ നഗരമായ ജെറൂസലേമിലേക്ക് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നത്. ഹോശാന ഞായർ വെറുമൊരു ആഘോഷമല്ല, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാ അനുഭവത്തിൻ്റെ തുടക്കമാണ്. സ്രഷ്ടാവായ ദൈവം എളിമയുടെ അടയാളമായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറൂസലേമിലേക്ക് വരുമ്പോൾ ജനം തങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനെ യേശുവിൽ കണ്ടെത്തുന്നു. അവർ ഒലിവുചില്ലകൾ വീശിയും വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും യേശുവിനെ രാജാവായി സ്വീകരിക്കുന്നു. അവിടുന്ന് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നത് പഴയ നിയമത്തിലെ സോളമൻ രാജാവിനെ അനുസ്മരിപ്പിക്കുന്നു. നിന്റെ രാജാവിത കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നു. നന്മയുടെയും വിജയത്തിൻ്റെയും കുരുത്തോല വീശിയാണ് ജനം യേശുവിനെ സ്വീകരിക്കുന്നത്. അവർ ആർത്തു പാടുന്നത് ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. അവിടുന്നാണ് തങ്ങളുടെ ആശ്രയവും ആലംബവും എന്നുള്ള ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആർപ്പുവിളിയാണിത്. നമ്മുടെയും എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും രക്ഷകനായ യേശു കടന്നു വരും എന്ന ആത്മവിശ്വാസത്തോടെ തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് പങ്കുകൊള്ളാം. നമുക്കും ആർത്തുപാടാം ഹോസാന, ഹോസാന, ദാവീദിന്റെ പുത്രന് ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനദീവ ധന്യനുമാ ഇസ്രായേലിൻ നൃപനെന്നും ഉന്നതനിൽ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തപസ് കാലത്തിന്റെ ഒടുവിലായി ക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനം അനുസ്മരിപ്പിക്കാറ് നമ്മൾ കുരുത്തോലകളുമേന്തി. കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനത അവനെ എങ്ങനെ സ്വീകരിച്ചുവോ അതേ അനുസ്മരണത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ അവനെ സ്വീകരിക്കുകയാണ്. നമ്മൾ വചനം വായിച്ചു കേട്ടതുപോലെ ദാവീദ് രാജാവ് തന്റെ മകനായ സോളമനെ രാജാവാക്കി അഭിഷേകം ചെയ്യുവാനായിട്ട് പോകുന്ന ചിന്ത. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ എളിമയോടുകൂടെ കഴുതപ്പുറത്ത് വരും. എന്നാൽ ക്രിസ്തുനാഥൻ എളിമയുടെ സന്ദേശവും സമാധാനത്തിന്റെ ദൂതനുമായി കഴുതപ്പുറത്തേക്ക് വരുമ്പോൾ അവനെ ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചാണ് സ്വീകരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ഉടമ ക്രിസ്തുവാണെന്നുള്ളൊരു ഓർമ്മ. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ക്രിസ്തുവിനെ ജനത സ്വീകരിച്ചതുപോലെ നമുക്കും സ്വീകരിക്കാം. ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്രകാരമാണ്: ക്രിസ്തുനാഥനെ ജനത എങ്ങനെ ഓശാന പാടി എതിരേറ്റുവോ
അവർ തന്നെയാണ് ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുരിശിലേക്ക് കൊണ്ടുപോയതും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരെല്ലാം നമ്മളെ വാഴ്ത്തി പുകഴ്ത്തി പാടുന്നുവോ അത് താൽക്കാലികമാണ്. എല്ലാവരും നമ്മളെ എതിർക്കുന്ന ഒരു തലം വരും. എന്നുകൂടെ മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ക്രിസ്തുനാഥൻ ഈ വിശുദ്ധവാരത്തിൽ നമ്മളോട് കാണിച്ചു തരിക. നമുക്ക് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. അങ്ങനെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന ജീവിത അനുഭവങ്ങൾ വിശ്വാസത്തോടുകൂടെ നമുക്ക് സ്വീകരിക്കാം. പ്രിയ സഹോദരരെ, തപസ് കാലത്തെ ദിവസങ്ങൾ പ്രാർത്ഥനയും തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പെസഹ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം ഒരുങ്ങുകയായിരുന്നുവല്ലോ. ഇതാകട്ടെ പെസഹ ദിവ്യരഹസ്യങ്ങൾ സാർവത്രിക സഭയോടൊത്ത് കൊണ്ടാടുവാനാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് പരിത്രാണ കർമ്മം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഇന്ന് ദിവസം യേശുനാഥൻ വിജയശ്രീ ലാളിതയോടുകൂടെ ജെറൂസലേം നഗരത്തിൽ പ്രവേശിക്കുകയാണ്. നമുക്ക് ഭക്തിപൂർവ്വം ക്രിസ്തുനാഥന്റെ രക്ഷാകർമ്മം അനുസ്മരിക്കുകയും സജീവമായ വിശ്വാസത്തോടുകൂടി അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യാം. അവിടുത്തെ കുരിശിൽ പങ്കുചേരുന്ന നമുക്ക് അവിടുത്തെ പുനരുത്ഥാനത്തിലും പുതുജീവനിലും ഭാഗമാകുവാനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നൽകുമാറാകട്ടെ. കുരുത്തോലകൾ ആശീർവദിക്കുന്ന സമയമാണ്. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ ആശീർവദിച്ച് അങ്ങ് വിശുദ്ധീകരിച്ചാലും ആഹ്ലാദഭരിതരായി ക്രിസ്തുനാഥനെ അനുഗമിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്താൽ സ്വർഗീയ ജെറൂസലേമിലേക്ക് ആനയിക്കണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ജെറൂസലേമിനെ സമീപിക്കവേ ഒലിവുമലക്കരികിലുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തീകരിക്കാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയും കഴുതക്കുട്ടിയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷച്ചില്ലകളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവനും ചോദിച്ചു, ആരാണിവൻ? ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. കർത്താവിന്റെ സുവിശേഷം. സഹോദരരെ, ക്രിസ്തുനാഥനെ ആർപ്പ് വിളിച്ചുകൊണ്ട് എതിരേറ്റ ജെറൂസലേം ജനതയെ അനുകരിച്ച് ഭക്തിപൂർവ്വം നമുക്ക് പ്രദക്ഷിണം ആരംഭിക്കാം.